Dear parents, very good morning to you. Sudhir Balachandran, Nakshatra Preschool for Little Wonders, Palakkad. എന്റെ എല്ലാ വീഡിയോസിലും അല്ലെങ്കിൽ എന്റെ എല്ലാ റീൽസിലും ഞാൻ ഈ ചൈൽഡ് ഡെവലപ്മെന്റ് ചൈൽഡ് സൈക്കോളജിയെ പറ്റിയിട്ട് എന്റെ എക്സ്പീരിയൻസ് ഞാൻ പങ്കുവെക്കാറുണ്ട്. ഇതൊരു ബുക്കിഷ് ലാംഗ്വേജോ അല്ലെങ്കിൽ വല്ലവിടുന്നും കേട്ട് പറയണതോ അല്ല, സ്വന്തം ഒരു അഭിപ്രായം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുട്ടികൾ വലിയ വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നത് അവരെന്താ പഠിക്കുക, അവരുടെ ബാല്യകാലത്തിൽ എന്താ പഠിക്കുക അതാണ് ആവർത്തിക്കുക. അപ്പൊ പേരന്റ്സ് ഫർഗെറ്റ് ദാറ്റ്. If you raise your child in a very shoddy and shoddy manner, they will replicate the same thing when they grow up. കുട്ടികളെ പറഞ്ഞിട്ട് അർത്ഥമില്ല. ചില കുട്ടികളെ പേരൻസിനെ നോക്കാറില്ല, ചില കുട്ടികളെ പേരൻസിനെ വിലവെക്കാറില്ല. കുട്ടികളെ പറഞ്ഞിട്ട് അർത്ഥമില്ല, ബിക്കോസ് നിങ്ങൾ വളർത്തിയത് കുട്ടികളെ തന്നെയാണ്. അപ്പോൾ whenever you point fingers like this, you have to make it out that these three fingers are pointing at you. നിങ്ങളാണ് എന്റെ മെയിൻ കൾപ്രിറ്റ്. 1 വയസ്സ് മുതൽ 6 വയസ്സ് നിങ്ങൾ സ്കൂൾ സെലക്ട് ചെയ്യും. എന്താ നിങ്ങൾ പോയി സ്കൂളിൽ നോക്കുക? വലിയ അഡ്വർടൈസ്മെന്റ്, വലിയ പേര്, വലിയ സിലബസ്, കരിക്കുലം, അല്ലെ, വലിയ വലിപ്പം അത്രയേ ഉള്ളത്. ആൾക്കാരെന്താ പറയുന്ന സ്കൂളിനെ പറ്റിയിട്ട്? മാക്സിമം ഈ സ്കൂളിനെ പറ്റി അറിവില്ലാത്ത ആൾക്കാർ അങ്ങനത്തെ സ്കൂളിൽ പോയി കുട്ടികളെ ചേർത്തും. ഓരോരോ ക്ലാസ്സിൽ 30 കുട്ടികൾ 35 കുട്ടികളൊക്കെ വെച്ച് അവിടെ ടീച്ചേഴ്സ് പഠിപ്പിക്കും. 1, 2, 3 ABC ആണ് നമ്മൾ പഠിക്കേണ്ടത് ഈ പ്രായത്തിൽ. 1, 2, 3 ABC പ്രൈമറി ഒരു ലേണിംഗ് ആണ് ഈ കിൻഡർ ഗാർഡനിൽ കൊടുക്കുന്നത്. കിൻഡർ ഗാർഡനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ്. ബ്രെയിൻ ഡെവലപ്മെന്റ് IQ ഡെവലപ്മെന്റ് എന്ന് പറയും. IQ എന്താണ്? IQ പറഞ്ഞത് ബുദ്ധിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഇത്ര വലിയ വലിയ പഠിച്ച ആൾക്കാരും നമ്മൾ സാധാരണ റൂട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ റൂട്ടിൽ കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ പഠിച്ച ആൾക്കാരായിരിക്കും, പക്ഷെ അവര് ഒരു ബുദ്ധിയില്ലാത്ത വരെയാണ് അവർ പെരുമാറുക. സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പെരുമാറ്റത്തിൽ അറിയാൻ പറ്റും. ഒരു സിമ്പിൾ റെഡ് ലൈറ്റ് സിഗ്നലിൽ അവർ നിൽക്കില്ല. ഇതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് IQ. എന്തിനാ എനിക്ക് ചെയ്യണതെന്ന് അത് ഇതുണ്ടാവില്ല. പഠിച്ചിട്ടുണ്ടാവും, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. അത് പിന്നെ എപ്പോഴും പൈസ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. പക്ഷെ ഈ IQ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് റിയലി ഒരു സ്കില്ല് നിങ്ങൾക്ക് വേണ്ടി വരും. അതാണ് ഇല്ലാത്തത്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ വെറും പഠിപ്പില്ലല്ലോ, അവരെല്ലാം IQ ചെക്ക് ചെയ്തിട്ടല്ല ആൾക്കാർ എടുക്കാറുള്ളത്. അതേമാതിരി തന്നെ സ്കൂളിൽ ടീച്ചേഴ്സിന്റെ ഒരു വലിയൊരു റോൾ ഉണ്ടാവും. ടീച്ചേഴ്സ് ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനാണ് വരുന്നത്, അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരെങ്ങനെ പെരുമാറുന്നത്, അവരെങ്ങനെയാണ് യോജിച്ചായിരിക്കുന്നത്, അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഇതെല്ലാം കുട്ടികൾക്ക് ഭയങ്കര ഇമ്പാക്ട് ആയിട്ട് വരും. വെറുതെ ഒരു ബ്യൂട്ടി പാർലറിൽ പോകുക അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോയി അതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. നിങ്ങളുടെ പെരുമാറ്റത്തിലെ കുട്ടികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേരണ കൊടുക്കുകയില്ല. ആ പർട്ടിക്കുലർ പ്രേരണ അവരുടെ മുഴുവൻ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടില് മാക്സിമം ഭാര്യയും ഭർത്താവും അടികൂടുന്നുണ്ട്, കുട്ടികളെ കാണുന്നുണ്ട്, തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലും ഇതന്നെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒന്നിച്ച് താമസിക്കില്ല, അടികൂടിയിട്ട് കുട്ടികളുടെ ജീവിതത്തിലും അത് കംപ്ലീറ്റ് ആയിട്ട് വരും. ആൻഡ് യു കൻ എക്സ്പെക്ട് ദാറ്റ് യുവർ സൺ ഓർ ഡോട്ടർ ഇസ് ഗോയിങ് ടു ഫോളോ ദ സെയിം. അതേമാതിരി തന്നെ റോഡിൽ പോകുമ്പോൾ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ നിർത്തില്ല, കുട്ടികൾ കൂടെയുണ്ട്. റൈറ്റ്? നിങ്ങൾ ചെയ്യാറില്ല, ഹെൽമെറ്റ് ഇല്ലാണ്ട് കുട്ടികളെ കൊണ്ടുപോകണം, റോങ് സൈഡിൽ കൊണ്ടുപോകണം. വലിയ സ്കൂളിൽ കൊണ്ടുപോകും, പക്ഷെ റോങ് സൈഡിൽ കൂടെ കൊണ്ടുപോകണം. നിങ്ങൾ എന്താ പഠിപ്പിക്കണം കുട്ടികളെ? ആൻഡ് കുട്ടികൾ എന്തായിട്ടാ മാറുക? ദേ വിൽ ബിക്കം ലൈക്ക് ദിസ് ഓൺലി. വീട്ടിൽ കള്ളു കുടിക്കുക, വൃത്തിയോട് പറയുക, നിങ്ങളുടെ ഭാഷ, നിങ്ങൾ ലഹള കൂടുന്നത്, ഇതെല്ലാം ഇമ്പാക്ട്. നാളെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കള്ളു കുടിക്കാൻ തുടങ്ങും, കോളേജിൽ പോയി കഴിഞ്ഞാൽ കഞ്ചാവ് വലിക്കാൻ തുടങ്ങും. ആരെ നിങ്ങൾ ബ്ലെയിം ചെയ്യരുത്? സ്കൂളിനെ, കോളേജിനെ അല്ല. ഇറ്റ് ഈസ് യു ഹു ആർ ടു ബി ബ്ലെയിംഡ്. Because the way you enact yourself at home as well as society, the child is going to pick it the same way only. And ഇത് ഇന്ന് മിക്കവാറും ആൾക്കാരുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ വലിയ നിലയിൽ പണം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കില്ല. നിങ്ങൾ എങ്ങനെ അവരുടെ ഫൗണ്ടേഷൻ കൊടുക്കണോ അതേമാതിരിയാണ് നമ്മൾ ഫൗണ്ടേഷൻ കുട്ടികൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. എന്റെ ഇന്നത്തെ വീഡിയോന്റെ ഒരു ബേസ് ഞാൻ വെച്ചിരിക്കുന്നത്, ട്രൈ ടു ബിഹേവ് പ്രോപ്പർലി, ട്രൈ ടു ടീച്ച് യുവർ ചിൽഡ്രൻ സംതിങ് ഗുഡ് ഇൻ ലൈഫ്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫാമിലി ആയിട്ട് നിങ്ങൾ പ്രവർത്തിക്കും. ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഒന്നിച്ചിട്ട് കഴിക്കണോ, നല്ല വാക്കുകൾ പറയണോ, ഫാമിലി ആയിട്ട് വെളിയിൽ പോകണോ, നിങ്ങൾ തനിയെ, ഭർത്താവ് തനിയെ, ഭാര്യ തനിയെ അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കുട്ടികൾ നല്ലൊരു ഫാമിലിയിൽ ജോയിന്റ് ഫാമിലി ആയിട്ട് വരുമ്പോൾ ദേ വിൽ ലേൺ ഗുഡ് തിങ്സ് ആൻഡ് ദേ വിൽ ഫോളോ ദ സെയിം തിങ്സ് വെൻ ദേ ആർ ഗെറ്റിംഗ് മാരീഡ്. അപ്പൊ അവരുടെ കുടുംബജീവിതത്തിൽ ഇതിന്റെ പ്രശ്നം അവർക്ക് കാണത്തില്ല. മൈ ലേണിംഗ്സ് വാട്ട് ഹാവ് ഡൺ അതിനെ ഞാൻ ഇവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. We tell a lot of good things to children, that these things you are not supposed to do, these things you are supposed to do. ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ഫൗണ്ടേഷൻ. ആൻഡ് ഈ ഫൗണ്ടേഷനിലാണ് അവർ മുന്നോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോളേജും ഇവിടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല, കുട്ടികൾ വേറൊരു വഴി പോയി അച്ഛനമ്മയും നോക്കുന്നില്ല, അല്ലെങ്കിൽ ഗഞ്ചാവ് അടിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ ഒന്നും ആയില്ല ജീവിതത്തിൽ, ഒരു ഇന്റർവ്യൂ പാസ്സാവുന്നില്ല, സംസാരിക്കാൻ പറ്റില്ല. You will be suffering only because you are not taking care about the children. Once again, children are yours. ഇപ്പൊ തന്നെ 1 വയസ്സ് 2 വയസ്സ് മുതൽക്ക് be careful. Whatever you do to them,
they will reply back when they grow up. Do not blame your children. They are the product of yours. Thank you.